വർഗീയവാദികളെ ഒരു കേന്ദ്രമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ ദുരന്തമാണ്. നമ്മൾ മാത്രമല്ല, നമുക്ക് രക്ഷപ്പെട്ട തലമുറകൾ ജീവിക്കണ്ടേയില്ലേ? അതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ സമുദായക്കാരെ ബഹുമാനിക്കുക, അവരെ ഇരട്ടപ്പേര് വിളിക്കാതിരിക്കുക. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിട്ട് അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് ഏറ്റവും വലിയ അനുശോചന ലേഖനം എഴുതിയത് ആരാണ്? ക്രിസ്തീയ നേതാവായ ഫാദർ സേബിയോസ് ആണ്. AD 632 ശേഷം 640 പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഫാദർ സേബിയോസ് എന്റെ ഈ പുസ്തകത്തിലുണ്ട്. മനസ്സിലായോ? അദ്ദേഹം ക്രിസ്ത്യാനിയായി മരിച്ചു. മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിന്റെ നേതാവുമാണ്. എന്നിട്ട് ആ ക്രിസ്ത്യ നേതാവ് മാത്രം എഴുതി ആരെ പറ്റി? റസൂലുള്ളാഹിനെ പറ്റി. അതല്ലേ വലിപ്പത്തരം? അതല്ലേ വലിപ്പത്തരം? നമ്മളെ നേതാവ് അത്രയും വലിയ ആളാണ്. ഫാദർ സേബിയോസ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹമോ വലിയ ആൾ. അങ്ങനെ എത്രയോ ആളുകളുണ്ട്, എത്രയോ. ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ പറഞ്ഞു, ഇസ്ലാമിലെ ആദ്യത്തെ വഖഫാരുടേതാണ് അറിയാം. ആരുടേതാ? 8 തോട്ടങ്ങളാ. തോട്ടങ്ങൾ ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ്. നീ ആര് വഖഫ് കൊടുത്താലും എൻ്റെ ശേഷമാണ്. ഇസ്ലാമിലെ ആദ്യത്തെ വഖഫാരുടേതാ? മുഖരിക്ക് എന്ന ജൂതൻ്റെത്. ഒരു ജൂത നേതാവാണ് എന്ത് ചെയ്തത്? അയാൾ ജൂതനായി മരിച്ചു. റസൂലുള്ളാഹിക്ക് വേണ്ടി യുദ്ധം ചെയ്തു. എവിടെ? യുദ്ധക്കളത്തിലൂടെ മുത്തനബി പോരാ മരിച്ചിറങ്ങുന്നുണ്ട്. അപ്പോൾ സഹാബികൾ ചോദിച്ചു, മൻ അസ്റഉ മിൻഹും ഇലല്ലാഹ്, ഇവരിൽ ആദ്യമായി അല്ലാഹുവിൽ എത്തിയ ഷഹീദാരായിരിക്കും. അപ്പോൾ പറഞ്ഞു, മൻ ജാഹദ ലിതകൂന കലിമത്തുല്ലാഹി അതിന് പകരഞ്ഞൊരു വാക്കില്ല. പഠിച്ചവനെ, മയ്യത്തിനൊരു കൂടെ നടന്നില്ല. യുദ്ധക്കള 70ഓളം സ്വഹാബികൾ വഫാത്തായി കിടക്കുന്നുണ്ട്, രക്തസാക്ഷിയ. അതിനിടയിൽ കൂടെ വരികയാണ് ആര്? ഹബീബായ റസൂലുള്ളാഹ്. അപ്പോൾ ആരോ ചോദിച്ചു, മൻ അസ്റഉ മിൻഹും ഇലല്ലാഹ്, ഇവരെ കൂട്ടത്തിൽ ഏറ്റവും പെട്ടെന്ന് അല്ലാഹുവിലേക്ക് എത്തിയ ഷഹീദാരായിരിക്കും? റസൂലുള്ളാഹിന്റെ മറുപടി, ഒരു ഭാവ വ്യത്യാസമില്ല. റസൂലുള്ളാഹ് അങ്ങനെ പറഞ്ഞു മെല്ലെ, മൻ ജാഹദ ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ, അള്ളാഹുവിന്റെ വചനം മേലെയാകണമെന്ന മാത്രം ലക്ഷ്യത്തോടെ ആ യുദ്ധത്തിന് വന്ന് പണിയെടുത്തോ അവൻ എത്രയോ നേരത്തെ അള്ളാഹുവിലെത്തിയിട്ടുണ്ടോ. ബാക്കിയുള്ളവരെ കണക്കിനിക്കറിയില്ല. ആരെപ്പറ്റി പറയണ്? ചുട്ടു ചോരയിൽ കിടക്കുന്ന ആളെ പറ്റി അതാ പറഞ്ഞത്. പിന്നെ ദാന്റെയും കാര്യം നിസ്കാരം നോക്കുമ്പോൾ അവനാണ് അബ്റാർ. ഓൻ ആരെ ലക്ഷ്യമുള്ളൂ? അല്ലാഹ്. നിങ്ങളത് മനസ്സിലാക്കണം. അള്ളാഹു കൂട്ടത്തെ നമ്മൾ പെടുത്തട്ടെ. അതിനെന്തിനും ചെളി കളയണം. ലോകം കണ്ട ഏറ്റവും വലിയ മഹാനാണ് അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു. തൻ്റെ ഉസ്താദിൻ്റെ അടുത്തേക്ക് ചെല്ലാണ് ആദ്യമായിട്ട്. ഉസ്താദിയത്തെ സ്വീകരിക്കാൻ, ഷെയ്ഖിയത്തിനെയും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഷെയ്ഖിനെ കാണാൻ വേണ്ടി ആദ്യം പോകുക. അബ്ദുസ്സലാം ഷെയ്ഖ് റളിയല്ലാഹുവിനെ കാണാൻ വേണ്ടി മൊറോക്കോയിലെ ഒരു കുന്നിൻ പുറത്താണ് അവരുടെ ഖാൻഗാവും മസ്ജിദും അവരുടെ നസീഹത്തൊക്കെ. അന്ന് ഏറ്റവും വലിയ ഖാദിയും അറിയപ്പെട്ട ആലിമുമാണ് ആര്? അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു. ചെന്ന് പറഞ്ഞ് താഴത്ത് പോയി ഓതെടുത്തു പറഞ്ഞു. കുന്നിറങ്ങി ഓതെടുത്തു, തിരിച്ചു വന്നു. സദസ്സിലെന്ന് പറഞ്ഞു, ശരിയില്ല, ഒന്നും കൂടെ എടുത്തു. 4 വട്ടം മടക്കി. തിരിഞ്ഞില്ല, 4 വട്ടം മടക്കി. ആരെ? അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു. എന്ന് പറയാതെ ജന്തിന് അവിടെ ഇരിക്കണ അനക്ക് ആരാന്നറിയോ? അബുൽ ഹസൻ ഷാദുലി. എന്താ വിചാരിച്ചേ? ഈ ലോകം മുഴുവൻ കൂട്ടിയ ആ മനുഷ്യന്റെ രോമത്തിനുണ്ടാവില്ല. അങ്ങനത്തെ മഹാനാണ് ആര്? അബുൽ ഹസൻ ഷാദുലി. ആ ഷാദുലിയെ മടക്കി ആര്? സ്വന്തം ഉസ്താദ് താഴത്തിറങ്ങി പോയിട്ട് ഉള്ളിടത്ത് വന്നു. ജനം നോക്കി കുത്തിരിക്കുക. അപ്പോ എന്താ മനസ്സിലാക്കുക? ആ നാട്ടിലെ ഏറ്റവും വലിയ പണ്ഡിതനാണ് ആര്? അബുൽ ഹസൻ ഷാദുലി. വുളു പറഞ്ഞാൽ എല്ലാവർക്കും കഴിയുന്ന സാധനമല്ലേ? ഇത്ര വലിയ ഷെയ്ഖുൽ മശാഖായിട്ട് ഇയാൾക്ക് എന്തും അറിയില്ല, ഒന്നും അറിയില്ല. മടക്കി നാട്ടാകെ പ്രസിദ്ധാവൂലേ? ആവോല്ലേ? അതോടുകൂടെ അയാൾക്ക് എന്ത് പോവും? എന്ത് പോയി? കിബിറ് പോയി ചെങ്ങായി. അതോടുകൂടെ അബ്റാറായല്ലോ. അതാണ് ആവശ്യം. കിബിറുള്ളവൻ ആരല്ല? അബ്റാറിൽ പെടൂല. ഷെയ്ഖിന്റെ മുന്നിൽ ഇരിക്കണമെങ്കിൽ ആദ്യം ഇൽമു നാഫിയാണെങ്കിൽ ആദ്യം എന്ത് കളയണം? കിബിറ് കളയണം. നാട്ടുകാരൊന്നും ഒന്നിനും പറ്റാത്തവൻ തിരിയണം. അപ്പം എൻ്റെ കിബിറോട് പോവും. അല്ലെങ്കിൽ നാട്ടുകാർ മുഴുവനും നിനക്ക് ചോറിട്ട് തരിക, കുറച്ചാളുകൾ കറി ഒഴിച്ചു തരിക. അങ്ങനെ ഇന്ന് മുതൽ ആരും കറി ഒഴിച്ചു തരാൻ വിചാരിച്ചൊന്നും തന്നെ വരില്ല. എനിക്ക് കൊടുക്കാൻ വരെ അറിയില്ല. മനസ്സിലായോ? അപ്പൊ എന്റെ മനസ്സിലുള്ള എന്ത് കളഞ്ഞു? ഷെയ്ഖ് ആലിമ, ലോകം കണ്ട ആലിമാണത്. എന്നിട്ടും ചെയ്തു. എന്തിന്? ആദ്യം തടീന്ന് എന്ത് പോകണം? കിബിറ് പോകണം.
അതാണ് ശൈഖിന്റെ പണി. അതോടുകൂടെ ആള് ക്ലിയറായി. ഇന്ന് ലോകം കണ്ട മഹാന്മാരിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ശാദുലി റളിയല്ലാഹു അൻഹു. അതിൽ ഇമാമിന്റെ ഒക്കെ മാത്രം 1 കൊല്ലം 100 കൊല്ലം പറഞ്ഞ തീരും. അത്രയും വലിയ മഹാനാണ് അബുൽ ഹസൻ ശാദുലി റളിയല്ലാഹു. അല്ലാഹു ദറജ കൊടുക്കട്ടെ. കുട്ടികൾ ഇത് ചിന്തിക്കണം, നിങ്ങളിത് മനസ്സിലാക്കണം. ഞാൻ തമാശ പറയല്ല, വളരെ ഗൗരവമാണ്. അപ്പൊ നമ്മളുടെ അമൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണം. ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉലിയാ, അള്ളാഹുവിന്റെ വചനം മേലെയാകണം എന്ന ലക്ഷ്യവനുണ്ടാകണം. അത് മാത്രമായിരിക്കും ലക്ഷ്യം. വേറെ അപ്പഴേ അള്ളാഹു തആല സ്വീകരിക്കുക. ഇബാദത്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ഒരു മനുഷ്യൻ പറഞ്ഞ വാക്കാണ് മഅബ്ദനാക ഹഖ ഇബാദത്തിക്. അല്ലാഹ് നിനക്ക് ഇബാദത്ത് ചെയ്യേണ്ട വിധത്തിൽ ഞങ്ങൾ ഇബാദത്ത് ചെയ്തിട്ടില്ല. എന്താ പറഞ്ഞേ? മുഹമ്മദ് മുസ്തഫ യാ സുബ്ഹാനല്ലാഹ്. എന്താ പറഞ്ഞേ? എന്താ നബിയുടെ വാക്ക്? മഅബ്ദനാക ഹഖ ഇബാദത്തിക്, നിനക്ക് ഇബാദത്ത് ചെയ്യേണ്ട വിധത്തിൽ ഞങ്ങൾ ഇബാദത്ത് ചെയ്തിട്ടില്ല. വമാ ശകർനാക ഹഖ ശുക്രിക്, നിനക്ക് നന്ദി ചെയ്യേണ്ട വിധത്തിൽ റബ്ബേ ഞങ്ങൾ നന്ദി ചെയ്തിട്ടില്ല. ഞങ്ങൾ പള്ളർച്ച് നന്ദി ചെയ്തിട്ടുണ്ട്, ഇനി ബാക്കിയൊക്കെ എന്റെ ഇഷ്ടം. അങ്ങനെയാണോ? നിനക്ക് നന്ദി ചെയ്യേണ്ട വിധത്തിൽ ഞങ്ങൾ നന്ദി ചെയ്തിട്ടില്ല. നിന്നെ ഓർക്കേണ്ട വിധത്തിൽ ഞങ്ങൾ ഓർത്തിട്ടില്ല. നിനക്ക് ഇബാദത്ത് ചെയ്യേണ്ട വിധത്തിൽ ഞങ്ങൾ ഇബാദത്ത് ചെയ്തിട്ടില്ല. അതായത് നീ വിചാരിച്ച വിധത്തിൽ ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് നീ സ്വീകരിക്കണം. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്, എനിക്ക് ഏതായാലും ഹിദായത്ത് തരണം, മറ്റുള്ള കാര്യം എനിക്കറിയില്ല. അങ്ങനെയല്ല. ഇപ്പം നമ്മൾ കുനത്തോതി വരല്ലേ? എന്താ ഞാൻ ഇബാദത്ത് ചെയ്യാൻ മറ്റ് ഹിദായത്തൊക്കെ തരാൻ മാത്രം ഉണ്ടല്ലോ ഈ നാട്ടിൽ. ഇപ്പം എന്നെ പോലെ ആളാരാ? അങ്ങനെയല്ല. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്, അർത്ഥം പറയാം. എനിക്കൊന്നും ഹിദായത്ത് തരേണ്ട ഒരു അർഹതയും ഇല്ല. പക്ഷേ ഹിദായത്ത് ഇത് കൊടുക്കണ കൂട്ടത്തിൽ മനസ്സിലായില്ല. ഈ റബ്ബർ, ഞങ്ങൾ റബ്ബർ കൃഷിക്കാരാ. ഈ റബ്ബറിന് സ്വഭാവമുണ്ട്. റബ്ബറിന് വില കുറഞ്ഞാൽ ലാട്ട് കൂടും. മനസ്സിലായില്ല. റബ്ബറിന് വില കുറഞ്ഞാലേ മറ്റേ വില കുറഞ്ഞാലും അതിന് ആവശ്യക്കാരുണ്ടാവില്ല. അപ്പം എന്ത് ചെയ്യുന്നറിയോ? റബ്ബർ പീടിയിൽ റബ്ബർ ഷീറ്റ് കൊണ്ടുപോയാൽ അവരിങ്ങനെ തരും. അത് പറ്റില്ല, 2-ാം നമ്പർ, ഇത് 3-ാം നമ്പർ, ഇത് 3-ാം നമ്പർ, ഇത് 2-ാം നമ്പർ, അങ്ങനെ തെരഞ്ഞിട്ട് മനസ്സിലായില്ല. 100 സീറ്റ് കൊണ്ടുപോയാൽ അത് 1-ാം നമ്പറിൻ്റെ ക്വാളിറ്റിയിലേക്ക് ഒരു 10-25 ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ ലാട്ട് സീറ്റിൽ പോകും. അതിന് വിലയില്ലാത്ത കാലത്ത്. മനസ്സിലായില്ല. വിലയുള്ള കാലത്ത് എന്ത് ചെയ്യുന്ന 1, 2, 3 പുക അടിക്കുന്നതിൽ കമ്മിയോ മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും എന്താ ചെയ്യാന്നറിയോ? അത് പുതിയനാക്കും. എന്തായാലും എന്ത് ചെയ്യും? ഏതായാലും നല്ല സീറ്റിന്റെ കൂട്ടത്തിൽ ഇതെന്ത് ചെയ്യും? തള്ളിക്കയറ്റും. കൊണ്ടാക്കുന്ന മുഹമ്മദോ? പോയിക്കോളൂ. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? പറഞ്ഞ മനസ്സിലായില്ലേ? അതായത് അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് എന്താണ്? നമ്മളുടെ എന്തല്ല, ഒറിജിനൽ സീറ്റല്ല, ലാറ്റ് സീറ്റാണ്. എന്നാലും അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്, ഹിദായത്ത് കൊടുക്കുന്ന കൂട്ടത്തിൽ നമ്മളാണ് കയറ്റി വിട്ടാൽ അൽഹംദുലില്ലാ. അതല്ലേ പറഞ്ഞതിനർത്ഥം? ഹിദായത്ത് തരാൻ മാത്രം അർഹതയൊന്നും എനിക്ക് ഇല്ല, പക്ഷെ അക്കൂട്ടത്തിൽ ഉണ്ടാക്കിക്കൊണ്ട. മനസ്സിലായില്ലേ? തവല്ല നീ ഫീമൻ തവല്ലൈത, നീ ഏറ്റെടുത്ത കൂട്ടത്തിൽ നീ എന്നെ ഏറ്റെടുക്ക്. മനസ്സിലാണ്ട? ഇന്നൊറ്റക്കല്ല, ഏറ്റെടുത്താൻ പാടാളുണ്ട്. ഇങ്ങനെ പറ്റൂല, ഇങ്ങനെ കൂടുതലാക്കും. അപ്പൊ ഈ പറയുന്ന വ്യക്തിക്ക് എന്തില്ല? കിബർ. പറ കുട്ടി, കിബറില്ല. കാരണം ഞാൻ ഒന്നിനും യോഗ്യനല്ല, ഞാൻ അയോഗ്യനാണ്. അയോഗ്യനെ യോഗ്യനാക്കുന്നവനാണ് അല്ലാഹു. യോഗ്യനെ യോഗ്യനാക്കും, അയോഗ്യനെ യോഗ്യനാക്കും. ഫഇന്നഹു ലാ യദില്ലു മൻ വലൈത വലാ യഉദ്ദു മൻ ആദൈത. ഫഇന്നഹു ലാ യദില്ലു മൻ വലൈത, നീ ഒരാളെ ഏറ്റെടുത്താൽ അയാൾ യോഗ്യനാവുകയില്ല. വലാ യഉദ്ദു മൻ ആദൈത, നീ ഒരാളോട് ശത്രുത വെച്ചാൽ അയാൾ പിന്നെ യോഗ്യനാവുകയില്ല. അല്ലേ? അങ്ങനെ തന്നെയല്ലേ? ചിന്തിക്കുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പം നമ്മുടെ അയോഗ്യത നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അല്ലാഹുവിന് വേണ്ടി പണിയെടുക്കണം. ഞങ്ങൾ അന്യ സമുദായക്കാരെ ആക്ഷേപിക്കരുത്. അതൊക്കെ മോശപ്പെട്ട കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂലിനാണ് കുറ്റം ഉണ്ടാവുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ മറ്റ് സമുദായക്കാരെ ആക്ഷേപിക്കുമ്പോൾ അവരെ ആക്ഷേപിക്കുന്നത് ആരെയാണ്? ഹബീബ നബിയാണ്. മനസ്സിലായില്ലേ? ഒരാൾ തന്റെ വാപ്പയെ ആക്ഷേപിക്കരുതെന്ന് പുണ്യ റസൂൽ പറഞ്ഞില്ലേ? അപ്പോൾ ചോദിച്ചു, എന്ത് നബിയെ തന്റെ
ബാപ്പയെ ആക്ഷേപിക്കുമോ? അപ്പോൾ നബി പറഞ്ഞു യസുബ്ബു അബർ റജുലി ഫയസുബ്ബു അബാഹു വയസുബ്ബു ഉമ്മഹു ഫയസുബ്ബു ഉമ്മഹു. ഇവൻ വേറെ ബാപ്പാനെ ചീത്ത പറയും, അപ്പോൾ അവൻ ബലബലി പറയും, അപ്പോൾ ഇവന്റെ ബാപ്പാനെ ആക്ഷേപിക്കാൻ കാരണക്കാരൻ ആദ്യം ഇവൻ തന്നെ. അവൻ മറ്റവന്റെ ഉമ്മാനെ ചീത്ത പറയും, അപ്പോൾ അവൻ ബലബലി തരും, അപ്പോൾ ഇവന്റെ ഉമ്മാനെ ആക്ഷേപിച്ച യഥാർത്ഥത്തിൽ അതന്നെ ഇവൻ തന്നെ. നീ മറ്റൊരാളുടെ അവര് ബഹുമാനിക്കുന്ന ആളുകളെ നിസ്സാരപ്പെടുത്തിയ അവർ നിന്റെ നേതാവിനെ നിസ്സാരപ്പെടുത്തും. അപ്പോൾ നിന്റെ നേതാവിനെ മറ്റൊരാൾ നിസ്സാരപ്പെടുത്താൻ കാരണം ആര് തന്നെ? നീ തന്നെ. എന്താണ് ഇതൊക്കെ മനസ്സിലാക്കേണ്ടത്? വടക്കേ മലബാറിലെ ഏറ്റവും വലിയ മഹാന്മാരിൽ ഒരാളായിരുന്നു ഒരു കാലത്ത് ഇച്ഛാമസ്ഥാൻ. ശ്രീനാരായണ ഗുരു തലശ്ശേരി വന്നപ്പോൾ പിന്നെ തീവണ്ടിൻ്റെ വന്ന് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്ത് വരൂല എന്ന് പറഞ്ഞു. ഇച്ഛാമസ്ഥാൻ വരണം. അങ്ങനെ ഇച്ഛാമസ്ഥാൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. രണ്ട് മതം, പക്ഷെ ബഹുമാനം. ശ്രീനാരായണ ഗുരുവിനോട് ബഹുമാനം ആർക്ക്? ഇച്ഛാമസ്ഥാനോട് ബഹുമാനം ആർക്ക്? ഈ രണ്ട് നേതാക്കളും തമ്മിൽ ഈ ബന്ധം നിലനിർത്തിയപ്പോൾ ഈ രണ്ട് മതങ്ങൾക്കിടയിലുള്ള അഭിപ്രായക്കേടുകളും വർഗീയവാദവും ശത്രുതയും ഇല്ലാതായി. അതല്ലേ വേണ്ട? ബാക്കിയൊക്കെ ഫൈസാബുഹും അലല്ലാഹ്. ബാക്കിയൊക്കെ നമ്മൾ ആരാ സ്വീകരിക്കപ്പെടുന്നത് ആർക്കറിയും? ഈ പറഞ്ഞ് നമ്മളൊക്കെ തന്നെ നമ്മൾ എത്ര ആൾ സ്വർഗത്തിലുണ്ട് ആർക്കറിയും? വേറൊരാൾ നരകത്തിലൊക്കെ കേന്ദ്രമെടുക്കണം ഈ എവിടെത്തോന്ന് ആരറിയും? അത് മനസ്സിലായപ്പോൾ ഈ കൂട്ടി നമ്മളൊക്കെ സ്വർഗത്തിലാന്ന് ആരാ അറിയാം? അള്ളാഹു നമ്മളെ സ്വർഗത്തിലാക്കി തരട്ടെ. അള്ളാഹു വേറൊരാളെ പറ്റി പറയണത് നമ്മളെ അള്ളാഹു സ്വർഗത്തിലാക്കി തരട്ടെ. അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് അള്ളാഹു തല തൗഫീക്ക് തരട്ടെ. തിരിച്ചു. അപ്പൊ എന്താ, നമ്മൾ മറ്റൊരാളെ ആക്ഷേപിച്ച് മറ്റ് സമുദായങ്ങളെ ആക്ഷേപിച്ച് വർഗീയവാദം അധികരിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ദുരന്തം. അതിന് പരിഹാരം ഉണ്ടാക്കുക തന്നെ വേണം. അത് ഭരണാധികാരികൾ ചെയ്യണം, പോലീസിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഭരണാധികാരികൾ വേഗം ചെയ്യണം. കാരണം വർഗീയവാദികളെ ഒരു കേന്ദ്രമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ ദുരന്തമാണ്. നമ്മൾ മാത്രമല്ല, നമുക്ക് ശേഷപ്പെട്ട തലമുറകൾ ജീവിക്കണ്ടയില്ലേ? അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന സമുദായക്കാരെ ബഹുമാനിക്കുക, അവരെ ഇരട്ട പേര് വിളിക്കാതിരിക്കുക. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിട്ട് അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് ഏറ്റവും വലിയ അനുശോചന ലേഖനം എഴുതിയത് ആരാണ്? ക്രിസ്തീയ നേതാവായ ഫാദർ സേബിയോസ് ആണ്. AD 632 ശേഷം 640 പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഫാദർ സേബിയോസ് എന്റെ ഈ പുസ്തകത്തിലുണ്ട്. മനസ്സിലായോ? അദ്ദേഹം ക്രിസ്ത്യാനിയായി മരിച്ചു. മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിന്റെ നേതാവുമാണ്. എന്നിട്ട് ആ ക്രിസ്ത്യ നേതാവ് മാത്രം എഴുതി ആരെപ്പറ്റി? റസൂലിനെ പറ്റി. അതല്ലേ വൽപ്പത്തരം. നമ്മളെ നേതാവ് അത്രയും വലിയ ആളാണ് ഫാദർ സേബിയോസ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹമോ വലിയ ആൾ. അങ്ങനെ എത്രയോ ആളുകളുണ്ട്. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ പറഞ്ഞു, ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ് ആരുടേതാണ് അറിയോ? ആരുടേതാ? 8 തോട്ടങ്ങളാ. തോട്ടങ്ങൾ ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ്. ഇനി ആര് വഖഫ് കൊടുത്താലും എൻ്റെ ശേഷം ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ് ആരുടേതാ? മുഖരിക്ക് എന്ന ജൂതൻ്റെത്. ഒരു ജൂത നേതാവാണ് എന്ത് ചെയ്തത്? ജൂതനായി മരിച്ചു. റസൂലുള്ളാഹിക്ക് വേണ്ടി യുദ്ധം ചെയ്തു. എവിടെ? എന്താണ് ഞാൻ പറഞ്ഞത്? എന്നാണ് യുദ്ധം ചെയ്തത്? ശനിയാഴ്ച. ജൂതന്മാർ ശനിയാഴ്ച പുറത്തു വരൂല. ശാബത്ത് നാളാണ് അവർക്ക് ശനിയാഴ്ച. അവരെ പ്രധാന ആരാധനാ ദിവസം എന്നാണ്? ശനിയാഴ്ച. എന്നിട്ട് അവരുടെ ജൂത സിനഗോഗിലെ പ്രധാന പുരോഹിതനായ മുഹരിക്ക് എന്ന ആൾ എന്ത് ചെയ്തു? ഇന്ന് ആരും പള്ളിയിൽ ആരാധിക്കാൻ വരണ്ട, ഇന്ന് മുഹമ്മദിനെ സഹായിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം അത്രയും വലിയ മഹാനാണ്. അദ്ദേഹത്തിനെ സഹായിച്ചിട്ടില്ലെങ്കിൽ ദൈവത്തോപുണ്ടാവും. ഞാൻ യുദ്ധത്തിന് വരികയാണ്. പ്രധാന പുരോഹിതൻ തന്നെ ചർച്ചിൽ നിന്ന് സിനഗോഗിൽ നിന്ന് എന്തിലേക്ക് ഇറങ്ങി? യുദ്ധത്തിനിറങ്ങി. ഏത് യുദ്ധം? ഉഹദ് യുദ്ധം. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ യുദ്ധത്തിൽ രക്തസാക്ഷിയായാൽ എന്റെ എല്ലാ തോട്ടങ്ങളും, 8ഓളം വലിയ തോട്ടങ്ങളുണ്ട്, ആ തോട്ടങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മനുഷ്യൻ ഉദ്ദേശിച്ചതുപോലെ ചെലവാക്കിക്കോട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വഖഫ് മുതലായി സ്വീകരിച്ചു. അവ്വലു വഖഫിൻ ഫിൽ ഇസ്ലാം മാലുർ റാഹിബിൽ യഹൂദി. ഒരു യഹൂദി പുരോഹിതന്റെ മുതലാണ് ഇസ്ലാമിലെ. ഇസ്ലാമിലെ ഈ സമുദായങ്ങളൊക്കെ തമ്മിലുള്ള ബന്ധത്രയാ. ഇതെന്തിനെ പൊളിക്കണേ? കുറ്റം നോക്കാൻ നടക്കുകയാണെങ്കിൽ അവർക്ക് കുറ്റല്ലേ? അത് പറയും കുട്ടി. കുറ്റം നോക്കാൻ നടക്കുകയാണെങ്കിൽ ഇവർക്കൊക്കെ കുറ്റല്ലേ? പറയേ. മുഖരിക്കിന്റെ സമുദായത്തിനെ കുറ്റം പറയുന്ന പണിയാണോ റസൂലുള്ളാഹിക്ക്? അല്ല. റസൂലുള്ളാഹി വന്നിട്ടില്ല. കാര്യമായി പറഞ്ഞു കൊടുക്കും.
അവർ രണ്ടാമത്തെ പേര് വിളിക്കുക, ആക്ഷേപിക്കുക ഒന്നുമില്ല. അവർ മുസ്ലിമായില്ല. മനസ്സിലായില്ലേ പറഞ്ഞത്? ജൂതനായി തന്നെ മരിച്ചു, തന്നെ വഖഫ് കൊടുത്തു. ഹബീബ റസൂലുള്ളാഹി ഇസ്ലാമിലെ ആദ്യത്തെ വഖഫായി സ്വീകരിച്ചു, മുത്തു മുഹമ്മദ് മുസ്തഫ. ഇതൊക്കെ വളരെ ചിന്തിക്കണം, വളരെ 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 ചിന്തിക്കണം. വയ്യാതെ തബൂക്ക് യുദ്ധത്തിന് പോയി മുഹമ്മദ് മുസ്തഫ. തബൂക്കിൽ ഒരു മുസ്ലിം ഇല്ല അക്കാലത്ത്. എന്തിനാ പോയത്? നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തിനാ തബൂക്കിലേക്ക് പോയത്? ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും ബൈസന്റിയൻ റോമാ സാമ്രാജ്യം 30,000-ഓളം പടയെ അയച്ച് 40,000 വരുന്ന പടയെ അയച്ച് ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. പട എന്ത് ചെയ്തു? ബൈസന്റിയൻ റോമിൽ നിന്ന് പട പുറപ്പെട്ടു. ഈ വിവരം മദീനയിൽ വന്ന് അവർ പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഞങ്ങൾ സഹായിക്കണം, അവർ ഞങ്ങൾ 40,000 പട കൊണ്ടുവരുന്നുണ്ട് റോമക്കാർ. ആരോട് വന്ന് പറഞ്ഞു? ഹബീബ് റസൂൽ. വേനൽക്കാലം 10 പൈസ മദീനയിലില്ല. ജയ്ഷുൽ ഉസ്റ, ക്ഷാമത്തിന്റെ പട, ആ പടയുടെ പേര്. എല്ലാവരും വരുന്ന റസൂല പോയി. റസൂലിന്റെ കൂടെ 30,000 ആള്. റസൂലിന്റെ കൂടെ എത്ര? 30,000 ആള്. മറ്റൊരു കൂടെ 40,000. പാവങ്ങളുമാണ്. തെബൂക്കിൽ വെള്ളമില്ല, ഭക്ഷണമില്ല. അല്ലാഹുമ്മ ഈ നാട്ടുകാർക്ക് ബർക്കത്ത് ചെയ്യണേ എന്ന് പറഞ്ഞു. അത് കാരണം അവിടുത്തെ വെള്ളത്തിലെ കിണറുകളിലെല്ലാം ഉറവേണ് പൊട്ടി. ഇന്ന് നനച്ചിട്ടില്ല. ഈ പുസ്തകത്തിലുണ്ട്. മനസ്സിലായില്ല? അറേബ്യയിലെ ഏറ്റവും നല്ല പഴങ്ങൾ കിട്ടുന്ന ഏരിയയാണ് എന്ത്? തബൂക്ക്. ഇതായിരുന്നു ആര് റസൂലുള്ളാഹി. 30,000 പടക്കാവശ്യമായ വെള്ളവും പഴവും ഭക്ഷണം മുഴുവനും കുമിഞ്ഞാൽ കൂടി അവിടെ. അത്ഭുതത്തിന്റെ അത്ഭുതം. റസൂൽ അവിടെ വന്ന് താമസിച്ചു കുറച്ച് ദിവസം, 2 ആഴ്ച 20 ദിവസത്തോളം എൻ്റെ ഓർമ്മ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ താമസിച്ചു. ബൈസന്റിയൻ റോമക്കാർ 40,000 പടണ്ടായിരുന്നു തിരിച്ചത് പോയി. എന്തേ? വിവരം അറിയും. ആൺകുട്ടിയാണോ വന്നിരിക്കണത്? വിവരം അറിയും. വലത്തെ കവളിനെ അടിച്ചപ്പോ ഇടത്തെ കവള് അതൊന്നും ഇല്ലത്. അത് വലത്തെ കവളിനെ തന്നെ അടിക്കും. സാധുക്കൾ വലത്തെ കവളിനല്ല, വലത്തെ കവളിനെ ഇങ്ങോട്ട് അടിച്ചാൽ ഇടത്തെ കവളിനല്ല അടിക്കാം, വലത്തെ കവളിനെ അടിക്കും. അങ്ങനത്തെ ആൺകുട്ടികൾ തന്നെയായ മുസ്ലിമീങ്ങൾ. അതന്നെ ഇവിടെ വിദേശികൾ ആക്രമിക്കാൻ വന്നപ്പോൾ ആദ്യമായി ഇറങ്ങിയത് കുഞ്ഞാലിവർക്കാരല്ലേ? എന്തുകൊണ്ട്? വലത്തെ കവളിനെ ഇടത്തെ കവള് കാണിച്ചു കൊടുക്കണ ആളൊന്നുമല്ല. എന്ത് അടി വലത്തെ കവളിനാണെങ്കിൽ 2 അടി വലത്തെ കവളിനുള്ളൂ. ആൺകുട്ടികളാണ്. മരിച്ച വിഷയമല്ല, മരിച്ച് കഷ്ണാക്കി പീസാക്കി ഒന്നും പ്രശ്നമില്ല. അത് ആൺകുട്ടികൾ അങ്ങനെ തന്നെയാണ്, ഒന്നും വിഷയമല്ല. ഹബീബ റസൂലുള്ളാഹിയെ കണ്ടു തിരിച്ചുപോയി. ആരെ സംരക്ഷിക്കാനാ വന്നത്? അവർക്കെല്ലാം കരാർ പത്രം വേണമെന്ന് പറഞ്ഞു ഹബീബ നബിയോട്. ഇനി എന്തെങ്കിലും ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഞങ്ങളെ സഹായിക്കുമെന്ന് ഒരു ഉറപ്പെഴുതി തരണം. എല്ലാവർക്കും കരാർ ചെയ്ത് ഒപ്പിട്ട് കൊടുത്തു. എനിക്ക് എൻ്റെ സമുദായങ്ങളെ സംരക്ഷിക്കും. ഇന്നും സംരക്ഷിക്കുന്നുണ്ട്. ഇന്നും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നെ എന്താ ചർച്ച് ഓഫ് നേറ്റിവിറ്റിക്ക് കൊടുത്ത കരാർ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ചർച്ച് ഓഫ് നേറ്റിവിറ്റിയാണ് ലോകത്തെ ആദ്യത്തെ ചർച്ച് ഓഫ് നേറ്റിവിറ്റിക്ക് ഇന്നും കാവൽ നിൽക്കുന്ന മുസ്ലിം പട്ടാളക്കാരാണ് ജെറൂസലേമിൽ. ആര് കൊടുത്താണ്? സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊടുത്തതാണത്. ഇന്നും മുസ്ലിങ്ങളെ കാവൽ നിൽക്കുന്നത്. എന്തിന്? ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാണ് ഏത്? ചർച്ച് ഓഫ് നേറ്റിവിറ്റി. ലോകത്തെ അതിനേക്കാൾ മുമ്പ് ഒരു കുരിശു പള്ളി ഇല്ല. ലോകത്തെ ആദ്യത്തെ കുരിശു പള്ളിയാണ് ഏത്? നിങ്ങൾക്കെതിരെ പേടിക്കാൻ ഞാനല്ലേ പറയണേ. ലോകത്തെ ആദ്യത്തെ കുരിശു പള്ളിയാണ് ഏത്? ചർച്ച് ഓഫ് നേറ്റിവിറ്റി. അതിന് കാവൽ നിൽക്കുന്നത് ഇന്നും ആരാണ്? മുസ്ലിങ്ങളാണ്. യേശുവിനെ പ്രസവിക്കപ്പെട്ട സ്ഥലം എന്ന പിന്നെ ഒരു സ്ഥലമുണ്ട്, അങ്ങനെ കീഴ്ത്തപ്പെടുന്ന സ്ഥലമുണ്ട്. അവിടെ ക്രിസ്ത്യാനികളൊക്കെ വരും. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ എൻ്റെ കൂടെ വേറെ ആളുണ്ട്. അപ്പോൾ അത് കാണണമെന്നുണ്ട്. അപ്പോൾ ഭയങ്കര ചർച്ചിൻ്റെ ഉള്ളിൽ ഭയങ്കര വലിയ തിരക്കാം. അപ്പോൾ ഈ തിരക്കുള്ള സമയത്ത് ഞാൻ അവിടുത്തെ മുസ്ലിം പട്ടാളക്കാരുടെ അടുത്ത് ചെന്നിട്ട് അവരോടൊന്ന് കെഞ്ചി പറഞ്ഞു, ഞാനിങ്ങനെ കേരളത്തിൽ നിന്ന് വരാണ്, അങ്ങനെ മുസ്ലിമാണ്, അത് കാണണം വലിയ ആഗ്രഹമായിട്ട് വന്നത്, എൻ്റെ കൂടെ കുറച്ച് ആളുകളുണ്ട്, ഒന്ന് കാണിച്ചു തരണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ കൂടി നമുക്ക് ദയുണ്ട്, സ്നേഹമുണ്ട്, ഒക്കെ ഉണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ നിർവാഹമില്ല. ഇവിടെ രാവിലെ മുതലേ വന്ന് ക്യൂ നിൽക്കുന്ന ആളുകളുണ്ട്, അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ മറ്റൊരിക്കൽ സൗകര്യത്തിൽ വന്നോളൂ എന്ന് പറഞ്ഞ് തിരിച്ചു പറഞ്ഞയച്ചു. നമുക്ക് സൗകര്യം ചെയ്തു തന്നില്ല. മുസ്ലിം പട്ടാളക്കാർ ചർച്ച് ഓഫ് നേറ്റിവിറ്റി ഇന്നും സംരക്ഷിക്കുന്നത് ആരാണ്? യേശുവിനെ കുരിശിൽ തറച്ചെന്ന് സങ്കല്പിക്കപ്പെടുന്ന വിശ്വസിക്കപ്പെടുന്ന സ്ഥലത്തിന് ചർച്ച് ഓഫ് സെപ്പൽച്ചർ, അവിടെ കാവൽ നിൽക്കുന്നതും മുസ്ലിം പട്ടാളക്കാരാണ്. അവിടെയും മുസ്ലിം പട്ടാളക്കാരാണ്. ഒക്കെ
ഓക്കെ, എന്തുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി? ഏത് കാലം മുതൽ സയ്യിദ്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലം മുതൽ. അതായത് ഇപ്പോൾ എന്താ പറയുക, 20-22 കാലമാണ് ഹിജ്റ. ഇത് 1446 ഇക്കാലം അത്രയും അവിടെ കാബിൽ നിന്നത് മുസ്ലിം പട്ടാളക്കാരാണ്. എന്താ ഈ ബന്ധങ്ങളൊക്കെ? ഇതൊക്കെ എന്തിനാ നശിപ്പിക്കുന്നത്? അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കുക. നമ്മളൊരു വാക്ക് മറ്റൊരു സമുദായക്കാരനെ ആക്ഷേപിക്കാൻ വേണ്ടിയാകരുത്. അത് ശ്രദ്ധിക്കണം. അത് പറയുമ്പോഴത്തിന് ഇത് അയാൾ മറ്റൊരു കയ്യിൽ നിന്ന് ജൂതന്മാരെ ചാരനാണ്, മറ്റതാണ്, അതൊന്നും പ്രശ്നമല്ല. അതൊക്കെ സിറാത്ത് പാലത്തിൽ നിങ്ങൾ അമലി എനിക്ക് വേണ്ടി തരാനുള്ള ഞാൻ അവിടെ ചാക്കും കൊണ്ടാണ് വരിക. അത് നിങ്ങൾ വിചാരണ്ട. നിങ്ങൾ ഒരുപാട് ആളുകളെ സാധനം ഞാൻ വാങ്ങും. കാരണം ഞാനൊരു കാര്യം പറയുമ്പോഴത്തേന് നിങ്ങൾ അയാൾ മറ്റേ ചാരനാണ്, ഇവിടെ ചാരനാണ് എന്ന് പറയും. ആയിക്കോട്ടെ, അതൊന്നും വിഷയമല്ല. വിഷയം ഇതാണ്, നമ്മൾ നേരായ വഴിക്ക് പോകണം. നമ്മൾ മറ്റൊരു സമുദായത്തിനെ കൊണ്ട് പറയിപ്പിക്കാൻ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. മറ്റുള്ളവർ നമുക്ക് ചെയ്തു തന്ന സ്നേഹം അത് നമ്മൾ മനസ്സിലാക്കണം. അലിഗഡ് യൂണിവേഴ്സിറ്റി എന്താ പറയുക, JNU യൂണിവേഴ്സിറ്റി, ഈ JNU ഇതൊക്കെ സ്ഥാപിക്കുന്ന സമയത്ത് JNU ഒക്കെ സ്ഥാപിക്കുന്നതിൻ്റെ പിന്നിൽ ഗാന്ധിജിയുടെ കഠിനാധ്വാനമാണ്. അപ്പോൾ മുസ്ലിം നേതാക്കന്മാർ വന്ന് ചോദിച്ചു, പിന്നെ പൈസ ഇല്ലാതെ എങ്ങനെ നടത്തിക്കൊണ്ടു? അപ്പോൾ ഗാന്ധിജി പറയാണ്, ഞാൻ കന്യാകുമാരി വരെ തെണ്ടും, ഞാൻ കന്യാകുമാരി വരെ തെണ്ടിയിട്ടും അത് നടത്തിത്തരാം. ഒരു മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിത്തരാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം? പറയാം. ഗാന്ധിജി, ഈ മനുഷ്യനെ നമ്മൾ ബഹുമാനിക്കണോ വേണ്ടേ? എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? ഈ മനുഷ്യനെ നമ്മൾ ബഹുമാനിക്കണോ വേണ്ടേ? ഇത് ആര് പറഞ്ഞ വാക്കാണ്? ഗാന്ധിജി. ഞാൻ കന്യാകുമാരി വരെ തെണ്ടി നടക്കാം, കന്യാകുമാരി വരെ തെണ്ടി നടന്നാലും വേണ്ടില്ല, ആ മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനം പൂട്ടാൻ ഞാൻ വയ്ക്കൂല. ഈ മനുഷ്യനെ ബഹുമാനിക്കണ്ടേ? ഈ മനുഷ്യനൊരു ശുദ്ധ ഹിന്ദു. അപ്പൊ ഹിന്ദു മതം ഒരിക്കലും ഇസ്ലാമിനെതിരല്ലല്ലോ. അത് വേറെ വഴി, ഇത് വേറെ വഴി. ബാക്കി അള്ളാഹു തീരുമാനിക്കും. നിങ്ങൾക്ക് എന്താ? അവരെ പരസ്യമായി ആക്ഷേപിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? അപ്പൊ അതൊക്കെ മനസ്സിലാക്കണം. ഞാൻ ഈ പറയുന്നത് സർവമത സത്യവാദമല്ല, അങ്ങനെ വിചാരിക്കരുത്. ഞാൻ ഈ പറയുന്ന കാര്യം സമുദായങ്ങൾക്കിടയിൽ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ മഹാന്മാർ വളർത്തി നിലനിർത്തിയ സൗഹാർദ്ദത്തെ നമ്മളും നിലനിർത്തിയിട്ടില്ലെങ്കിൽ നമ്മളെ കുട്ടികൾക്ക് ഇനി ഇവിടെ ജീവിക്കാൻ പറ്റൂല. അതാണ് പ്രശ്നം. എൻ്റെ നാട്ടിൽ പഞ്ചായത്ത് ഓഫീസിൽ ജോലിയുള്ള ഒരു പുരുഷോത്തമനുണ്ടായിരുന്നു. അവനെ അങ്ങാടി നാടുമ്പോൾ റഹ്മത്തുള്ളാ, ഇവിടുന്ന് വരുന്നത്, നിനക്കിപ്പോൾ എവിടെ ജോലി? ഞാനും എൻ്റെ ഖദ്ദാമിയങ്ങളിൽ 10 ആളും ഞാൻ ഷെയ്ഖുൽ മശായിഖായിട്ട് ബാക്കിൽ മുന്നിൽ നടന്ന് പോകുമ്പോഴാണ് ആരെ കാണാ? ഇഷിപ്പോൾ എവിടുന്ന് വരുന്നത്? മനസ്സിലാൻ പറഞ്ഞ ഈ ഒരു സൗഹൃദല്ലേ, അത് ഇവിടെ നിലനിൽക്കണോ വേണ്ടേ? എനിക്കൊരു വിഷയമുണ്ട്, ഓനോട് പറയാലോ, ശോതമാ എന്തൊരു പ്രശ്നമുണ്ട്, ഇടപെടണം എന്ന് പറഞ്ഞാൽ തീരൂലേ? നമ്മളോട് സ്നേഹം, നമ്മളോട് ഇജ്ജ് എവിടുന്നാണ് വരുന്നത്, എനിക്കിപ്പോൾ ഇവിടെ ജോലി, അവൻ നമ്മളോട് ചോദിക്കാനുള്ള കാരണം എന്താ? അവനും നമ്മൾ തമ്മിലുള്ള ഒരു ചായ വിശന്നപ്പോൾ 2 ആളും കൂടി പീടിയിൽ പോയിട്ട് 10 പൈസ 15 പൈസ എന്നൊരു ചായക്ക്, 15 പൈസ ചായക്ക് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ആ 15 പൈസയുടെ ചായ 2 ആളും വാങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും 3 ആളും കൂടി കുടിച്ചിട്ടുണ്ടാവും. ആ സ്നേഹബന്ധമാണ് ഇന്നുള്ളത്. അത് മറക്കാൻ പാടുണ്ടോ? പറയും. നമ്മൾ അത്തരം സമുദായത്തിൽ എന്തിനാ തെറ്റിക്കുന്നത്? അതൊക്കെ ഇവിടെ നിലനിന്നാലേ നന്മയിലേക്കുള്ളൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ ഒരാളെ പറയാൻ വേണ്ടി നിങ്ങൾ എന്നെ വെറുതെ വിടുക. എൻ്റെ ഹൃദയത്തിന് ഒരു രോമാഞ്ചം സംഭവിക്കും. ആ ആളെ പറയുന്ന സമയത്ത് മുഹമ്മദ് മുസ്തഫ വൽ ഖൽബു, എൻ്റെ ഹൃദയമാകട്ടെ അതായിത്തീരുകയും ചെയ്യും. മുഖത്തലൻ കൊല ചെയ്യപ്പെട്ടതായിട്ട്, പരിക്കേൽപ്പിക്കപ്പെട്ടതായിട്ട്, കൊല ചെയ്യപ്പെട്ടത്. അതായത് ലോകത്തെ ഏറ്റവും കൂടുതൽ മുറിവുണ്ടാക്കുന്ന സാധനം എന്താ? വാളല്ല, പ്രേമാണ്. പ്രേമത്തിന്റെ മുറിവ്, അതാ മുറിവ്. ആ നബിയെ പറയുന്ന നേരത്ത് എൻ്റെ ഹൃദയം എങ്ങനെ ഏതുപോലെയാവും? കീറിമുറി. മനസ്സിലായില്ല? ആ നബിയെ പറയുന്ന ഇന്ന് റസൂലുള്ളാഹിനെ കേട്ടാൽ നമ്മൾ കരിയില്ലേ? അപ്പൊ കഴിഞ്ഞ ആഴ്ച ആ ശിഹാബ് ഒരു പാട്ട് പാടി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബവായിൽ വെച്ചിട്ടുള്ള ആ ഒരു രംഗണയിൽ പറയണത്, അല്ലാ എനിക്ക് അബവാവിനെ പറ്റി ഓർത്താൻ കഴിഞ്ഞു. എനിക്ക് ഇത്ര ഇഷ്ടമുള്ള ഒരാൾ വേറല്ല, ആമിന ബീവി. അല്ലാ, എനിക്ക് എൻ്റെ ഉമ്മാനേക്കാൾ ഇഷ്ടം ആമിന ബീവിയാണ്. അല്ലാ പഠിച്ചവനെ, എനിക്ക് അവരെ മറക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഞാൻ റസൂലുള്ളാഹിന്റെ കുട്ടിക്കാലം ഓർത്തപ്പോഴൊക്കെ എനിക്ക് ആമിന ബീവി ഓർത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ആമിന ബീവി എന്നൊരു സംഭവം, വല്ലാത്തൊരു സംഭവം. അതൊരു മറക്കാൻ കഴിയും. ആ കുട്ടിയെ റസൂലുള്ളാഹി ആമിന ബീവി സംരക്ഷിച്ചത്. അല്ലാ, ആ കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന ആമിന ബീവിന്റെ മരണം.
റളിയല്ലാഹു അൻഹ. അബവാ എന്ന് പറഞ്ഞ അബവായിനെ പറ്റിയുള്ള പാട്ടാ പാടിയോ. അല്ലാ, ഹൃദയം കരഞ്ഞു. അല്ലാ അല്ലാ, അത് നമുക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആമിന ബീവി എന്ന് പറഞ്ഞാൽ ഒരു അങ്ങനത്തെ ഒരാളാ, ഇഷ്ടമാണ്, അത്രയും ഇഷ്ടമാണ്. ആരെ? ഈ കുട്ടിയെ ഹലീമ ബീവി പിന്നെ മുല കൊടുക്കാൻ കൊണ്ടുപോയിട്ട് പൊട്ടി പൊട്ടി കരഞ്ഞി കുത്തിരിക്കണം പരിയിൽ. ഒരു രീതി അനുസരിച്ച് അങ്ങനെയാണ്. പക്ഷെ പിന്നെ കരി തന്നെ ആമിന എന്തോടെ കുട്ടി പോയി മുല കുടിക്കാൻ അവിടെ കൊടുക്കാൻ ആളുണ്ട്. പക്ഷെ ആമിന ബീവിക്ക് സഹിക്കാൻ കഴിയില്ല. അതൊക്കെ ഒരു സംഭവമല്ലേ. അള്ളാന്റെ ഹബീബിനെ ഇത്രയും ഇഷ്ടപ്പെട്ട ഒരാളില്ലല്ലോ. അപ്പൊ അത് കേട്ടാൽ നമ്മളെ കൽബിൽ എന്തുണ്ടാവും? മുറിവുണ്ടാവും. ആ മുറിവ് കാരണം നമ്മൾ കരയും. ഇതന്നെ കവി പറഞ്ഞു, ആ ആളെ പറയുന്ന നേരത്ത് വൽ ഖൽബു, ഹൃദയമാകട്ടെ സാറ മുഖത്തരൻ, മുറിവേൽപ്പിക്കപ്പെട്ടതായി തീരും. വേദന, മുറിവ്. മനസ്സിലായില്ലേ? എങ്ങനെ അടിപറ്റും നമുക്ക് ഹൃദയത്തിന്. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പട്ടിണി കിടന്നു പറയുന്ന കേട്ടാൽ നിങ്ങൾക്ക് മുറിവേൽക്കുന്നില്ലേ? ഹൃദയത്തിന് ഉണങ്ങോ? സഹിക്കാൻ കഴിയോ? അല്ലേ? സല്ലല്ലാഹു ഉറക്കെ പറ, മുത്ത് മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നെറ്റിക്ക് വെട്ടുകൊണ്ടിട്ട് ഒരു പാറ പിടിച്ച് സ്ഥലമുണ്ട്. എന്നോട് എൻ്റെ വഹദിൽ കൊണ്ട് ഗൈഡ് പറഞ്ഞു, ഇതാണ് ആ സ്ഥലം. അവിടെ നമ്മൾ മറന്നു. എന്തുകൊണ്ട്? അവിടെ ആ പാറയിൽ പിടിച്ചിരുന്ന ആളെ നമുക്ക് ഓർമ്മ വരും. നെറ്റിക്ക് ആ പാറയെ പിടിച്ച് നിൽക്കുന്ന രംഗുണ്ട്. അവിടെ നമ്മൾ എത്തുമ്പോൾ ഓർത്തു കരഞ്ഞു. അതൊരു മൂമിനായ മനുഷ്യൻ കരയാതിരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് കരഞ്ഞു? മുറിവേറ്റു. ആർക്ക്? പറയാൻ മുട്ടി. അവിടെ റസൂലുള്ളാഹിക്ക് മുറിവേറ്റപ്പോ 1400 കൊല്ലം കഴിഞ്ഞിട്ട് നിനക്ക് മുറിവേൽക്കാണ്. എവിടെ? നിന്റെ ഹൃദയത്തിൽ മുറിവേൽക്ക്. അള്ളാന്റെ ഹബീബിന്റെ മുൻപല്ല് പൊട്ടിയെറിഞ്ഞപ്പോൾ തന്റെ പല്ല് കുത്തിപ്പൊട്ടിച്ചു. ആ മനുഷ്യൻ സയ്യിദുൽ ആശിഖീൻ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു തന്റെ ആരോഗ്യവത്തായ പല്ല് കുത്തിപ്പൊട്ടിച്ചു. എന്തുകൊണ്ട്? പുണ്യ റസൂൽ ഇല്ലാത്ത പല്ല് എനിക്ക് വേണ്ട. ആ പ്രേമം. അത് എന്തുകൊണ്ടാണ് ആ പല്ല് പൊട്ടിച്ചത്? എന്തുകൊണ്ടാണ് നമ്മൾ കരഞ്ഞത്? മനസ്സിലായില്ലേ? എന്തുകൊണ്ട് നമ്മൾ ഇന്ന് കരഞ്ഞത്? മുറിവേറ്റു. എവിടെ? ഹൃദയത്തിൽ. നമ്മളെ ഹൃദയത്തിൽ മുറിവേറ്റു. നമുക്കൊരു കുട്ടി, ആ മുറിവിൽ നിന്നാണ് നമ്മളെ കുട്ടിക്ക് പേരിട്ടത്. എന്റെ 3 കുട്ടിക്ക് പേര്, 3 ആൺകുട്ടികളാണ് എനിക്ക്. 2 മുഹമ്മദ്, 1 അഹമ്മദ്. 2 മുഹമ്മദ്, 1 അഹമ്മദ്. 6 പെൺകുട്ടികൾ. 6 പെൺകുട്ടികൾക്ക് റസൂലുള്ളാഹിന്റെ പേര്. ഒന്നിന്റെ പേര് ഫാത്തിമ, ഒന്നിന്റെ പേര് ഖദീജ, 2 പേര് ആയിഷ, ഒന്നിന്റെ പേര് സൈനബ്. റസൂലുള്ളാഹിന്റെ മോളും സൈനബാണ്, ഭാര്യയും സൈനബാണ്. ഒന്നിന്റെ പേര് ഉമ്മു ഹബീബ. അത് റസൂലുള്ളാഹിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യമാരിൽ ഒരാളാണ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹിനെ തൊടാത്ത ഒരു കുട്ടി എനിക്കില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലിഷ്ടം ആരോട്? പുണ്യ റസൂലിനോട്. ഇനി 60 കുട്ടികൾ റബ്ബ് തന്നാലും ഒക്കെ റസൂലുള്ളാഹിന്റെ പേരിടും. ഞാൻ പറഞ്ഞില്ലേ, 2 ആയിഷ ഇട്ടു. 2ാമത്തെ കുട്ടിയുടെ പേര് ആയിഷയാണ്. അവസാനത്തെ കുട്ടിയുടെ പേര് ആയിഷയാണ്. അതിന് മുമ്പുള്ള കുട്ടിയുടെ പേര് ഖദീജയാണ്. ഒരു കുട്ടിയുടെ പേര് സൈനബാണ്. ഒരു കുട്ടിയുടെ പേര് ഫാത്തിമയാണ്. എന്താ നമ്മൾ 1400 കൊല്ലം കഴിഞ്ഞിട്ട് ആ പേരായിരുന്നു? എന്തുകൊണ്ട്? ഒരാളിനോട് ചോദിച്ചു, ആമിർ അഹമ്മദ്. നല്ലൊരു മനുഷ്യൻ, നല്ലൊരുത്തൻ. ആമിർ അഹമ്മദ് എന്ന് പേരിട്ടിട്ടുണ്ട് എൻ്റെ കുട്ടിക്ക്. അങ്ങനെ പറ്റൂല ഉസ്താദ്. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ മോൻ തിരിച്ചിട്ടണം. എൻ്റെ കുട്ടി അത് തിരിച്ചിട്ടാ മോനെ. എന്ത്? അഹമ്മദ് ആമിർ എന്നാക്കിക്കളാം. മുന്തിക്കേണ്ടത് എന്തിനാണ്? അഹമ്മദിനെ. അത് മുത്തുനബിന്റെ പേരാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല? നീ എത്ര അതന്നെ ഹബീബ്. നമ്മളെ എന്തിനും മുത്തു മുഹമ്മദ് മുസ്തഫ. നമ്മളെ ഏത് കാര്യം മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ്. എൻ്റെ ഹൃദയം മുറിഞ്ഞിട്ടുണ്ട് ആ നബിയെ ഓർത്തിട്ട്. ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ കരഞ്ഞു. അള്ളാഹിന്റെ ഹബീബിനെ പറ്റിയുള്ള പാട്ട് കേൾക്കുമ്പോൾ, ഈ സൂഫി പാട്ടുകളൊക്കെ ഞാൻ കേൾക്കാറുണ്ട് കേട്ടോ, കരഞ്ഞു. എന്തുകൊണ്ട്? അങ്ങനെ. അപ്പം നമ്മളെ ഹൃദയം അങ്ങനെ പൊട്ടിപ്പോകും. വലിയ വലിയ മഹാന്മാരെ പറ്റിയുള്ള പാട്ട് കേൾക്കുമ്പോൾ കരഞ്ഞു. മുസ്തറസ് ബദരീങ്ങളെ പറ്റിയുള്ള പഴയ കാലത്ത് ABയുടെ പാട്ടുകൾ ഒക്കെ കേട്ട് നമ്മൾ കരഞ്ഞു. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി, അവരെപ്പറ്റി, മമ്പർത്ത് തങ്ങൾ പാപ്പാനെ പറ്റി, പാഫക്ക് തങ്ങളെ പറ്റി, പൂക്കോയ തങ്ങളെ പറ്റി എനിക്ക് പഴയ കാലത്ത് AB പാട്ട് പാടിയിട്ടുണ്ട്. അത് ഇന്നും നമുക്ക് അവരൊക്കെ നിലനിൽക്കാൻ, നമ്മൾ ഹൃദയത്തിൽ നിലനിൽക്കാൻ കാരണം ഈ പാട്ടുകളാണ്. ആ പാട്ടുകൾ നമുക്ക് മുറിപ്പാടാം. കാരണം അവരൊക്കെ അത്രയും വലിയ ആളുകളാണ്. അവരൊക്കെ ആയുസ് സമർപ്പിച്ചത് ആർക്ക് വേണ്ടി? അല്ലാഹ്.
അല്ലേ? അങ്ങനെ തന്നെയല്ലേ? അതാണ് ഈ കവി ഇവിടെ പറഞ്ഞത്. ആ റസൂലുള്ളാഹിനെ പറയുന്ന നേരത്ത് വൽ ഖൽബു, ഹൃദയമാകട്ടെ, സ്വാറ ആയിത്തീരും, മുഖത്തലൻ, മുറിവേൽപ്പിക്കപ്പെട്ടതായിത്തീരും. പിന്നെ ഒറ്റ വാക്ക്, ലിദിക്രില്ലദീ ത്വാബൽ ജിനാനു ബിനശ്രിഹി വമിൻഹു ളിയാഉൽ ബദ്റും മുകമ്മലാ. ലിദിക്രില്ലദീ, ഒരാളെ പറയാൻ വേണ്ടി മറ്റുള്ളവരെ ഞാൻ ഉപേക്ഷിക്കട്ടെ, എല്ലാ ഫാജിറാത്തിനെയും ഞാൻ ഉപേക്ഷിക്കട്ടെ, ഒരാളെ പറയാൻ വേണ്ടി. ത്വാബൽ ജിനാനു, സ്വർഗം പോലും അലങ്കൃതമായി, ബിനശ്രിഹി, ആ മഹാൻ പുറത്തു വന്ന നേരത്ത്, പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂജോതനായ നേരത്ത് സ്വർഗം അലങ്കൃതമായി എന്നാണ് ചരിത്രം. എല്ലാം അലങ്കൃതമായി. എല്ലാ കവിതകളും ഞാൻ ഉപേക്ഷിക്കുകയാണ്. എല്ലാ പെണ്ണുങ്ങളെ പറ്റിയുള്ള പാട്ട്, കവികൾ കൂടുതലും പെണ്ണുങ്ങളെ പറ്റിയ പാട്ട് പാടിയത്, അതൊക്കെ ഞാൻ ഒഴിവാക്കി. ലിദിക്രില്ലദീ, ഒരാളെ പറയാൻ വേണ്ടി. ത്വാബൽ ജിനാനു, സ്വർഗം പോലും അലങ്കൃതമായി. ബിനശ്രിഹി, ആ നബി പുറത്തു വന്നപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. വമിൻഹു, ആ നബിയിൽ നിന്ന് ളിയാഉൽ ബദ്രി, പൂർണ്ണചന്ദ്രന്റെ പ്രകാശം, ബദ്റൻ മുകമ്മലൻ, ഏറ്റവും പൂർത്തീകരിക്കപ്പെട്ട പ്രകാശമായി മാറി. അതായത് ചന്ദ്രന്റെ നിലാവ് ഉദിച്ച് മനോഹരമായത് ആ നബിയെ കൊണ്ടാണ്. സൂര്യന് പ്രഭയുണ്ടായത് ആ നബിയെ കൊണ്ടാണ്. ആകാശവും ഭൂമിയും നിലനിന്നത് ആ നബിയെ കൊണ്ടാണ്. എന്തുകൊണ്ട്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ, എല്ലാത്തിനും കാരണം മുസ്തഫ നബിയാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു രഹസ്യം ഉണ്ടാവും. അത് അള്ളാഹുവിനെ അറിയും, നമ്മളെ പോലത്തെ ഒരു അറിയില്ല. നമുക്കൊന്നും അറിയില്ല. ഒരു റിവായത്ത് ഞാൻ എവിടെയോ കണ്ടു. എന്താ? ആകാശവും ഭൂമിയും തർക്കിച്ചു. ആകാശം പറഞ്ഞു, ഫഇന്നി മഅവൽ മലായിക, എൻ്റെ മുകളിൽ ആ മലക്കുകൾ പാർക്കുന്നത്. ഫതഹജത്തിൽ അർദു, അപ്പോൾ ഭൂമി ആകാശത്തോട് പറഞ്ഞു, മിണ്ടിപ്പോകരുത്. ഫഫീ ബത്നി മുഹമ്മദ്, എൻ്റെ വയറിൻ്റെ ഉള്ളിൽ മുഹമ്മദ് കിടന്നിട്ട് എന്നെക്കാൾ വലിയവൻ നീയാണെന്ന് പറഞ്ഞു പോകരുത്. ഫസഖത്തത്തിസ് സമാ, അപ്പോൾ ആകാശം മിണ്ടാട്ടം നിർത്തി. യാ സുബ്ഹാനല്ലാഹ്, എന്താ പറഞ്ഞ വാക്കിൻ്റെ ഒരു ഭംഗി മനസ്സിലായില്ല. ആകാശവും ഭൂമിയും തർക്കിച്ചു. ആകാശം പറഞ്ഞു, അലയ്യ മഅവൽ മലായിക, മലക്കുകൾ അഭയം തേടുന്നത് എന്റെ മുകളിലാണ്, അവിടെ അവരുടെ വീട് എന്റെ മുകളിലാണ് എന്ന് മലക്കുകൾ എന്ന് ആകാശം ആരോട്? ഭൂമിയോട്. ഫതഹജ്ജത്തിൽ അർളു, അപ്പോൾ ഭൂമി ഇങ്ങോട്ട് നിന്നിട്ട് തിരിച്ചടിച്ചു. വഫീ ബത്നി മുഹമ്മദ്, എന്റെ വയറിനുള്ളിൽ ഇപ്പോൾ ആര് കിടക്കുന്നുണ്ട്? മുഹമ്മദ് കിടക്കുന്നുണ്ടെന്ന് ഓർത്തോ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് എന്റെ മേലെ കയറി വർത്തമാനം പറയുക. ഫസഖത്തത്തിസ് സമാ, അപ്പോൾ ആകാശം നിർത്തി, പിന്നെ മിണ്ടിയില്ല. കാരണം നീ പിന്നെ പറയാണെന്താ? ഈ മനുഷ്യന്റെ പ്രകാശത്തിൽ നിന്നാണ് മലക്കുകൾ പടക്കപ്പെട്ടത്. ഇനി എന്താ വേണ്ടത്? ആ മനുഷ്യന്റെ പ്രകാശം. അതുകൊണ്ട് ആ മലക്കുകൾ സ്വലാത്തിലാണ്. എന്തുകൊണ്ട്? മലക്കൾക്ക് ഉമ്മയും ബാപ്പയില്ല, നമ്മയും ബാപ്പയൊക്കെ ഉണ്ട്. അതാരാ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ല? മലക്കുകളെ പടച്ചത് എവിടുന്നാണ്? ഈ മനുഷ്യന്റെ പ്രകാശത്തിൽ നിന്നാണ്. അള്ളാഹു ആദ്യം പഠിച്ചു, ഈ മനുഷ്യന്റെ പ്രകാശം പഠിച്ചു, പിന്നെ മലക്കുകളെ പഠിച്ചു. അപ്പൊ മലക്കുകൾ എവിടുന്ന് പടക്കപ്പെട്ടു? ഈ മനുഷ്യന്റെ പ്രകാശത്തിന്. അപ്പൊ മലക്കുകൾ അമ്മയും ബാപ്പക്കാരനെ. അപ്പൊ അവര് മലക്കുകൾ നിർബന്ധമാണ് നബി സ്വലാത്തില്ലേ. അതാണ് അള്ളാഹുവിനെ സൃഷ്ടിയായി ഇഷ്ടപ്പെട്ട സൃഷ്ടിയ മലക്കുകൾക്കോ മലക്കളാസിലാണ് മുഹമ്മദ് മുസ്തഫ. അത് തന്നെ. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ.